അസ്സലാമലൈക്കും. എന്തെല്ലാം ഉണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? എന്തായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നോമ്പാണെങ്കിൽ പണിയൊക്കെ ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഈ മാസം കുറച്ച് പണിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ പറയാനേ, നമ്മളെ നോമ്പ് കഴിയാനായില്ലല്ലേ? ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. നോമ്പ് കഴിയാനാകുമ്പോൾ എന്തോ ഒരു വിഷമമാണ്. എത്ര പാവപ്പെട്ടവരാണെങ്കിലും ഇനി എത്ര അന്നന്ന് കൂലിപ്പണിക്ക് പോയിട്ട് ഇനി എത്ര ഗതിയില്ലാണ്ട് കുറേ മക്കളെയും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇപ്പോൾ എൻ്റെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും ഈ നോമ്പ് വന്നാൽ നമുക്ക് വല്ലാത്തൊരു ബർക്കത്ത് തന്നെയാണ്. ഈ നോമ്പിൻ്റെ സമയത്ത് ഇനി എത്ര ഇല്ലാത്തവൻ്റെ വീട്ടിലോ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഈ നോമ്പ് സമയത്ത് നമുക്കുണ്ടാവും. അത് ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ നോമ്പ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയതുപോലെ തന്നെ ആയി. അത് വിചാരിച്ചിട്ട് അള്ളാനെ മറന്ന് നമ്മളൊന്നും ചെയ്തുകൂടാ. ഇനി എത്ര പൈസ കൂടുതലുള്ള ആൾക്കാർ നമുക്കൊന്നുമില്ല, പൈസ കൂടുതലുള്ള ആൾക്കാരുണ്ടാവും. അള്ളാനെ മറന്നിട്ട് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പം വീഡിയോക്ക് വേണ്ടി ഓരോരുത്തർ ചെയ്യുന്നതാണോ എന്നൊന്നും അറിഞ്ഞൂടാ. ഇപ്പം നമുക്ക് അറിയാമല്ലോ, TT ഫാമിലിയിലെ ഷെമിത്ത ഇപ്പം നമ്മളെക്കാട്ടുള്ള ഒരുപാട് വയസ്സിന് മൂത്ത ഒരു സ്ത്രീ തന്നെയാണ്. പിന്നെ സ്ത്രീകൾക്ക് 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഡെലിവറി ഭയങ്കര ഒരു ക്രിട്ടിക്കൽ ഇതാണല്ലോ. അത് നമുക്ക് സിറ്റുവേഷനാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എന്നാലോ 30 വയസ്സ് കഴിഞ്ഞിട്ട് പ്രസവിക്കാത്തതൊന്നും ഇല്ല. നോർമൽ ഡെലിവറി ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊക്കെ 2 സിസേറിയൻ തന്നെയാണ്. എൻ്റെ 2 കുട്ടികളുണ്ട്. എനിക്ക് 2 സിസേറിയനാണ്. അത് വന്നിട്ട് പിന്നെ പറയാൻ എൻ്റെ ഒരു ഭയം കൊണ്ട് അങ്ങ് സിസേറിയൻ ചെയ്തതാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പറയാൻ ഞാൻ ഇങ്ങനെ ഷെമിത്താൻ്റെ കുറേ വീഡിയോ എല്ലാം ഞാൻ കണ്ടു കേട്ടോ. അവർ പ്രഗ്നൻ്റ് ആയ സമയത്തും ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒന്നേ പറയാനില്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ വെച്ചാൽ, ഒരിക്കലും ഇതുപോലെ ഒരു വീഡിയോ, അത് എനിക്ക് ഏത് ചാനലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ചാനൽ ഇതുപോലെ ഒരു വീഡിയോ ഉണ്ട്. അതായത് ഫസ്റ്റ് മാസം അവർ കണ്ടിട്ട് കുറച്ചൊരു പൈസയുള്ള ടീമാണെന്ന് തോന്നുന്നത്. ഫസ്റ്റ് മാസം, അതായത് ഞങ്ങൾ ഡെലിവറി മാസം അങ്ങോട്ട് ഒരു 1.5 മാസമാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് നമ്മൾ അറിയുന്നത്. ആ സമയം തൊട്ടിട്ട് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത്, അതായത് വയറ് ആവുന്ന 9-ാം മാസമല്ലേ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്, 10 എത്തുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയം വരെയുള്ള ഫോട്ടോസും വീഡിയോസും, പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണ് കുട്ടി, ആ വയറ്റിലുള്ള കുട്ടീനെ ഡെലിവറിക്ക് ശേഷം മരിച്ചിട്ട് എന്താണെന്ന് അതിൻ്റെ കവറും പുറം, അതാണ് ലാസ്റ്റിൽ കാണിക്കുന്നത്. അപ്പം ഞാൻ ആ വീഡിയോൻ്റെ താഴെ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നു, അള്ളാനെ മറന്നിട്ട് പൈസ ഉണ്ടെങ്കിൽ, പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും അങ്ങനെ ചെയ്യുന്നതാണല്ലോ കുറവാണ്. പൈസ ഉള്ള ആൾക്കാർ അതിനനുസരിച്ച് പല സ്ഥലങ്ങളിൽ പോയിട്ട് ഫോട്ടോഷൂട്ട്, അവരോരോ ആഗ്രഹമായിരിക്കും അത്. പിന്നീട് അത് നമുക്ക് കാണാൻ, നമ്മൾ കുട്ടികൾ ചെറുതായിരിക്കും, അവർ കുറേ ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്തൊക്കെ വെക്കുന്നില്ല. വലുതാകുമ്പോൾ അവർക്ക് നമുക്കൊരു രസമില്ല കാണാൻ. അപ്പോൾ അവരോരോ ആഗ്രഹമായിരിക്കും അത്. അപ്പം ഞാനൊരു കമൻ്റ് അതിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ടായി. എന്താ വെച്ചാൽ, നമ്മൾ അള്ളാനെ മറന്നിട്ട് ചെയ്തുകൂടാ. എത്ര പൈസ ഉണ്ടെങ്കിലും ശരി, ഇത് അള്ളാനെ മറന്ന് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനൊന്നും ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമൻ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ അതിനിങ്ങനെ പ്രതികരിച്ചിട്ട് കുറച്ച് റിപ്ലൈ ഒക്കെ വന്നിട്ടുണ്ടായി. നിങ്ങളെന്ത് വർത്താനം പറയുന്നത്, നിങ്ങൾക്കില്ല കുട്ടികൾ, അങ്ങനത്തെ വർത്താനം പറയരുത്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കമൻറ്റുകളായി റിപ്ലൈനുള്ള മറുപടി ഇങ്ങനെ അതിൻ്റെ താഴെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലായിടത്തും വായിക്കുകയും ചെയ്തിന് കേട്ടോ, എല്ലാം ഞാൻ നോക്കിന്. അപ്പോഴും ഞാൻ പറയുന്ന ഇപ്പോഴും എത്ര കണ്ടാലും മനുഷ്യന്മാർ പഠിക്കില്ല. എന്നാലും നമ്മളാൾക്കാരിൽ അങ്ങനെയൊന്നും ചെയ്ത് കുറവാണ്. പക്ഷേ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലായ റീൽസ് അതും ഇതും ഫോട്ടോഷൂട്ട്, എന്തിന് പറയുന്നു, പ്രസവിക്കുന്ന ആ ഒരു സമയത്ത് വീഡിയോയും ഫോട്ടോ എടുക്കാൻ പറ്റിയ ജനങ്ങൾ അത്രയും നല്ലതെന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നു. അങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാരുണ്ട്. കാരണം ലേബർ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റി അത്രയും സന്തോഷമുള്ള മനുഷ്യന്മാരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ മക്കളെ അള്ളാനെ മറന്നിട്ട്. ഇപ്പോൾ ഓന് ഷെമിത്താൻ്റെ കെട്ടിയോന്, ഓന് ഭർത്താവ് തന്നെയാണല്ലോ, എത്ര പ്രായം കൊണ്ട് വലുതാനും ഭർത്താവ് തന്നെ. അപ്പോൾ ഭർത്താവ് ഇങ്ങനെ കരയുന്നതും ആ ഒരു സിറ്റുവേഷൻ അവരിങ്ങനെ സംസാരിച്ച്, അവരുടെ ചാനലുണ്ടല്ലോ, അങ്ങനെ സംസാരിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഈ വീഡിയോയും ഷൂട്ടും എന്തിന് ഹോസ്പിറ്റലിൽ പോകുന്ന അഡ്മിറ്റ് ആകുന്നില്ല, നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം എന്തിനാ? വെറുതെ ആൾക്കാരെ മുമ്പിൽ ഷോ കാണിക്കില്ല, അതല്ല.
അള്ളാഹനെ മറന്നിട്ട് നാളെ തക്കതായ ശിക്ഷ തരും. അപ്പം എന്താക്കുക, എത്ര പൈസക്കാരാണെങ്കിൽ അപ്പം പറയും, ഓരോരുത്തർ പറയും ഞങ്ങൾക്ക് അസൂയ ഉണ്ടല്ല പൈസയുള്ള ആൾക്കാർ ആഴ്ചയിൽ ചെയ്യുമെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. അപ്പം അള്ളാഹനെ മറന്നിട്ട് നമ്മൾ കളിച്ചാൽ ഇനി ആ പൈസ ഉണ്ടല്ലോ, ഇന്ന് രാത്രി 12 മണി വരെ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവും. അത് സെക്കൻഡുകൾ കൊണ്ട് തീരാൻ അള്ളാഹനെ മറന്ന് കളിച്ചോ, അത് സെക്കൻഡുകൾ കൊണ്ട് തീരെ തന്നെ ചെയ്യും. ഇന്ന് ഞാൻ ഇതാ ചൂരൽമലയുടെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. എത്ര മനുഷ്യന്മാർ, പിന്നെ വീട് ഉള്ളതും പിന്നെ പാവങ്ങളും അത്യാവശ്യം കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ടാണ് മണ്ണോടടിഞ്ഞു പോയത്. വീടും മനുഷ്യനും അടക്കമുള്ള മണ്ണോടടിച്ച്. അതാ ഞാൻ പറഞ്ഞത്, അത്രയും സുഖം. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ രാത്രി കിടന്നിട്ട് രാത്രി 12 മണിക്ക് കഠിനമായ ഇടിയും മഴയാണ് ഇവിടെ. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും, ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ട് പുറകിൽ, ഈ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് പുറകിൽ ഒരു വലിയ മാവ് മരമുണ്ട്. അപ്പോൾ അത് നേരെ വന്ന് വീണിട്ടുണ്ടെങ്കിൽ നമ്മളെ കിടക്കുന്ന റൂമുണ്ട്, ഇത് ഷീറ്റാണ് വീട്. അപ്പോൾ ഷീറ്റിനൊരു കമ്പ് വന്ന് വീണാൽ ഷീറ്റ് പൊട്ടില്ല. അപ്പോൾ ഈ റൂമിൻ്റെ മുകളിലേക്കായിരിക്കും ഈ മരം നേരെ വന്ന് വീഴുക. അപ്പോൾ ആ ഒരു ടെൻഷൻ കൊണ്ട് ഞാനൊരു പോളെ കണ്ണടിക്കില്ല. ഞാൻ രാത്രി കാറ്റുമഴ ദിവസം ഞാൻ രാത്രി ഉറങ്ങില്ല പേടിച്ചിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുക, അന്ന് രാവിലെ എണീച്ച 6 മണിക്കാണ്. 6 മണിക്ക് ഞാൻ എണീച്ച, കുറച്ച് നേരം വൈകി. അന്നേരമാണ് ഇങ്ങനത്തെ ഒരു ന്യൂസ് എൻ്റെ ഉമ്മ എൻ്റെ പിന്നെ പുരേന്ന് വിളിച്ച് പറയുന്നത്. ഇങ്ങനൊരു വാർത്ത കേട്ടല്ലോ. എൻ്റെ ഉമ്മക്ക് ഫോണൊന്നുമില്ല, ചെറിയ ഫോണാണ്. അപ്പോൾ ഉമ്മാനെ ഫോണ് വിളിച്ചിട്ട് ഉമ്മാനെ പണിക്ക് പോകുന്ന ആൾക്കാർ പറഞ്ഞതാണ്, ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടുണ്ടല്ലോ മേപ്പാടി. അപ്പാട് എൻ്റെ ഉമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഫോണുണ്ടല്ലോ മോള് ഫോണിൽ നോക്ക്. അപ്പോഴാണ് മക്കളെ ഞാനിത് കാണുന്നത്. എൻ്റെ ഒരു സിറ്റുവേഷനും ഓർക്കാൻ കൂടി വയ്യ. എൻ്റെ അനിയൻ്റെ ഭാര്യേൻ്റെ പിന്നെ ഉപ്പാൻ്റെ കുടുംബക്കാർ, പിന്നെ ഭർത്താവും 3 മക്കളും 4 മക്കളുണ്ടായിരുന്നു അവർക്ക്. ഒരു മോളും പിന്നെ ഒരു കുട്ടിയും ഉമ്മയും ബാക്കിയായി. ബാക്കി 3 മക്കളും ഈ ഉപ്പയും മരിച്ചുപോയി. അതിൽ മരിച്ചു പോയതാണ്. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം, അള്ളാഹനെ മറന്നിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ എടുക്കലും വീഡിയോ പോസ്റ്റ് ചെയ്യലും എന്തിനാ മക്കളെ ഇതെല്ലാം, എന്തിനാ ഇത്? ഇപ്പോൾ അതും ഇത്താക്കുന്ന കുറേ പ്രായമായവരിത്തെയാണ്, പ്രായമുണ്ട്. പ്രായമുണ്ടെങ്കിലും അള്ള ഒരു കുട്ടീനെ കൊടുത്താൽ അത്രയും സന്തോഷം. പക്ഷെ എന്താക്കാനാ, അവരെ സന്തോഷം കിട്ടുമില്ല. അതാ ഞാൻ പറഞ്ഞു, അള്ളാഹനെ മറന്ന് നമ്മളൊന്നും ചെയ്യരുത്. അള്ളാഹ്ക്കെല്ലാം തിരിച്ചെടുക്കാൻ സെക്കൻഡുകൾ മാത്രം മതി. ഇന്ന് നമ്മൾ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാവും, തിരിച്ചെടുക്കാൻ സെക്കൻഡുകളെ വേണ്ടു.